നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസൺ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒരു കോമ്പിനേഷനാണ്. അത്രയൊക്കെ തള്ളിമറിക്കാനായോടെ എന്ന് ചോദിച്ച് കമൻ്റ് ഇടാൻ വരട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് ഇന്ത്യൻ ഇതിഹാസം മുൻ താരം അനിൽ കുംബ്ലെ പറഞ്ഞതാണ്. ESPN ക്രിക്ക് ഇൻഫോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കഷനിൽ അദ്ദേഹം പറഞ്ഞതാണ്. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ 2024 വേൾഡ് കപ്പ് ഒന്ന് എടുത്തു നോക്കുക. കഴിഞ്ഞ വേൾഡ് കപ്പ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഗ്രേറ്റ് പ്ലെയേഴ്സ്. അവരെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ വിചാരിക്കുന്നു സഞ്ജു സാംസൺ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഐ തിങ്ക് സാംസൺ ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോഹ്ലി ആൻഡ് രോഹിത് ഇൻ എ സെൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സഞ്ജു കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോഹ്ലിയെ പോലെ കളിക്കേണ്ടി വരും. വെൻ ഇറ്റ് റിക്വയർഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കോഹ്ലി, അതായത് ഇന്നിങ്സ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക, വിക്കറ്റ് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോവുക, അത് സഞ്ജു ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് അക്സലറേറ്റ് ചെയ്യേണ്ടത്, പവർ പ്ലേയിലും മറ്റുമൊക്കെ ആയിട്ട്, ആ സമയത്ത് ബൗളേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യണം. അതും കൃത്യമായിട്ട് സഞ്ജു ചെയ്യുന്നുണ്ട്. സോ സഞ്ജു ഒരു തരത്തിൽ പറഞ്ഞാൽ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്നാണ് അനിൽ കുംബ്ലെ പറഞ്ഞത്. അതൊരു വല്ലാത്ത പ്രൈസിങ് ആണ്, ഒരു സംശയവും വേണ്ട. കിടിലൻ ഇന്നിങ്സ് അദ്ദേഹം 3 ബാക്ക് ടു ബാക്ക് ആയിട്ട് കളിച്ചത്. അതിൻ്റെ കൂടി ഇമ്പാക്റ്റിലാണ് ടീം ഇന്ത്യ ഈ കിരീടം സ്വന്തമാക്കിയത്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് സഞ്ജു മാറിയല്ലോ. ഫാഫ് ഡു പ്ലസി മുൻ സൗത്ത് ആഫ്രിക്കൻ താരം, അദ്ദേഹവും സഞ്ജുവിനെ പുകഴ്ത്തിക്കൊണ്ടതിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ഫോമിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ തനിക്ക് കളിക്കേണ്ടത് അതനുസരിച്ച് കൃത്യമായിട്ട് കളിക്കുന്ന ഒരു കാഴ്ചയാണ് സഞ്ജുവിനെ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ ഇന്നിങ്സ് വീണ്ടും കാണുകയാണെന്ന് പോലും തോന്നി. അതേപോലെയുള്ള മികച്ച ഇന്നിങ്സാണ് ഈ ഇന്നിങ്സും. സോ ഇത് ഗെയിം പ്ലാൻ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. സഞ്ജു എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു എന്നാണ് ഫാഫ് ഡു പ്ലസിയും പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.